റാണികോവിലിൽ എസ്റ്റേറ്റ് ലൈൻസിന് തീപിടിച്ചു. ഒരു വീട് പൂർണ്ണമായും കത്തിനശിച്ചു. പീരുമേട് റാണികോവിൽ എസ്റ്റേറ്റിൽ റാണി ഗണേശ് എന്നയാളുടെ വീടിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തീ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. വീടിനുള്ളിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി. എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ലൈൻസിലെ വീടുകളിലേക്കും തീ പടരുകയുണ്ടായി. 4 വീടുകളാണ് ഈ ലൈൻസിൽ ഉണ്ടായിരുന്നത്. ഒരു വീട് പൂർണ്ണമായും കത്തിനശിക്കുകയും മറ്റ് 2 വീടുകളിലേക്ക് തീ പടരുകയും ചെയ്തു. അഗ്നിരക്ഷാസേന തീ നിയന്ത്രണ വിധേയമാക്കി. 11:33 പീരുമേട് അഗ്നിരക്ഷാ നിലയത്തിൽ റാണികോവിൽ ഭാഗത്ത് ഒരു വീടിന് തീ പിടിക്കുന്നതായിട്ട്, സുഭാഷ് എന്ന ആളുടെ വീടിന് തീ പിടിക്കുന്നതായിട്ട് അറിയിപ്പ് ലഭിക്കുന്നത്. ഉടനെ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങളുമായി ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു. ഇതിനിടയിൽ ഈ സ്വാമിമാരുടെ വാഹനങ്ങൾ, അയ്യപ്പ സ്വാമിമാരുടെ വാഹനങ്ങൾ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്ത് എത്താനും അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും നമുക്ക് കഴിഞ്ഞു. ഏകദേശം 1.25 മണിക്കൂറോളം നമുക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. നമ്മളോടൊപ്പം സിവിൽ ഡിഫൻസിൻ്റെ ശ്രീ ലാല്, ആപദ് മിത്രയുടെ മണികണ്ഠൻ സഹോദരങ്ങൾ, നല്ലവരായ നാട്ടുകാർ, പൊതുപ്രവർത്തകർ എന്നിവർ നമ്മളെ സഹായിക്കാനായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇത്തരം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഒരു ആൾനാശം ഇല്ലാതെ തന്നെ നമുക്ക് മറ്റു ലയങ്ങളിലേക്ക് അഗ്നിബാധ പടരുന്നത് നമുക്ക് തടസ്സപ്പെടുത്താനും അതുവഴി മറ്റു ലയങ്ങളെ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയും. ഏകദേശം 1.25 മണിക്കൂറോളം ഏകദേശം 9ഓളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ STO ബിനുകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ 1.25 മണിക്കൂറോളം കിടന്ന് കഠിന പ്രയത്നം ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഏകദേശം 4 വീടുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ലയമാണ്. 4 വീടുകൾ, 4 കുടുംബങ്ങളുള്ള ഒരു ലയമാണ്. ആ ലയത്തിൽ നമുക്ക് ആ കത്തിക്കൊണ്ടിരിക്കുന്നതല്ലാതെ മറ്റ് പുറത്തേക്ക് അതിൻ്റെ വ്യാപ്തി കുറയുന്നതിന് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും കത്തി നശിച്ചതിൻ്റെ വ്യാപ്തി കുറയ്ക്കുവാനും പിന്നെ അവർക്ക് വേണ്ട വിലപ്പെട്ട ഏകദേശം 5ഓളം ഗോൾഡിൻ്റെ യൂണിറ്റുകളുണ്ടെന്ന് ആ മകൾ വിളിച്ചു പറയുണ്ടായി. അതിൽ ഏകദേശം 3 അവരുടെ ബന്ധുവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു മകൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 വേണ്ടി അവിടെ ശ്രമം നടത്തുന്നു. കണക്കിൽ എന്തെങ്കിലും വിഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് മകളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ശ്രമിച്ച് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. നമുക്ക് പ്രത്യേകമായിട്ട് നാട്ടുകാരുടെ ഒരു ഇത് പ്രശംസിക്കേണ്ടതാണ്. കാരണം അവർ നമ്മളോടൊപ്പം തന്നെ അവർക്ക് അറിയാവുന്ന വിധത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വർക്കിന് ശേഷവും നമ്മൾ അധികം കഷ്ടപ്പെടുത്താതെ നമ്മുടെ ഓസുകൾ ഈ മലയുടെ മുകളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ വണ്ടി എടുത്തെത്തിക്കാനൊക്കെ അവർ കഷ്ടപ്പെടുന്നു. വളരെ നന്ദി. റാണി ഗണേശിൻ്റെ മകൻ സുഭാഷും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അപകടം നടക്കുന്ന സമയത്ത് കുടുംബം ധർമാവലിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പോയിരിക്കുകയായിരുന്നു. ആയതിനാൽ തന്നെ ആളപായമില്ല. മറ്റ് വീടുകളിലും ആൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എസ്റ്റേറ്റ് ലൈൻസ് ആയതിനാൽ തന്നെ 4 വീടുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു വീട് പൂർണ്ണമായും കത്തിനശിച്ചു. ബാക്കി 2 വീടുകൾക്ക് ഭാഗികമായി തീ പടരുകയും ചെയ്തു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിക്കിരയായ വീട്ടിൽ 12 പവൻ ആഭരണവും 25,000 രൂപയും അഗ്നിക്കിരയായതായി ബന്ധുക്കൾ പറഞ്ഞു. നേരത്തിന് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റാതെ പുക വന്നപ്പോൾ ശ്വാസം മുട്ടിക്കൊണ്ട് ഞാൻ വെളിയിൽ വന്ന് ഒച്ചയിട്ടപ്പം പിന്നെ ആൾക്കാരെല്ലാം വന്ന് വെള്ളം നോക്കിയിട്ട് ഒന്നും രക്ഷയില്ല. പിന്നെ ഞാൻ അവരെ വിളിച്ചത്. അത് കഴിഞ്ഞ് അവർ വന്നിട്ടാണ് ഇതെല്ലാം ഇതായത്. നമ്മുടെ വീടായിരുന്നോ ഇത്? അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത്? പോയതാണ്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് ഓഫ് ആക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും? ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞു ആണ്. അപ്പോൾ ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? സ്വർണ്ണം ഉണ്ടായിരുന്നു. എത്ര പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു? ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് കിട്ടിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? നെക്ലസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി സ്വർണ്ണം എല്ലാം നിങ്ങൾ നഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ. മറ്റാരും ഈ സമയത്ത് ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നഷ്ടപ്പെട്ട സ്വർണ്ണമല്ലാതെ പണമോ മറ്റെന്തെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ? എത്ര രൂപയോളം വരും? 27,000 ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെന്റുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടപ്പെട്ടു. പീരുമേട് അഗ്നിശമന നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിനുകുമാർ, സീനിയർ ഫയർ അസിസ്റ്റന്റ് ഓഫീസർ സുജിത് കുമാർ, ഫയർ ഓഫീസർമാരായ സുമേഷ് S, അരുൺ സിംഗ്, മനു AG, പ്രവീൺ കുമാർ, നിഖിൽ ജോസഫ്, സുനിൽ കുമാർ എന്നിവരുടെയും സിവിൽ ഡിഫൻസ് അംഗമായ ലാൽ, ആപദ് മിത്ര അംഗങ്ങളായ മണികണ്ഠൻ എന്നിവരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.